ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. പ്രദോഷമാണ് 2026 ജാനുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ച. എല്ലാ മാസവും വരുന്ന ത്രയോദശി തിഥിയിലാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. ഇപ്രാവശ്യം 2026 ജാനുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ് ത്രയോദശി തിഥി വരുന്നത്. 2026 ജാനുവരി മാസം 15-ാം തീയതി രാത്രി 8:16 മുതൽ 2026 ജാനുവരി മാസം 16-ാം തീയതി രാത്രി 10:21 വരെയാണ് ത്രയോദശി തിഥിയുള്ളത്. ത്രയോദശി തിഥി സന്ധ്യാസമയത്ത് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷമായി ആചരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2026 ജാനുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രദോഷമായി ആചരിക്കുന്നത്. വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തിന് ശുക്രപ്രദോഷം എന്നാണ് വിളിക്കുന്നത്. പ്രദോഷം മഹാദേവ പ്രീതിക്കായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്താണ് പ്രദോഷമെന്ന വ്രതത്തിൻ്റെ പ്രത്യേകത? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രദോഷം ആചരിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രദോഷ സന്ധ്യയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത്? ഏത് സമയമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മഹാദേവന് എന്തൊക്കെ വഴിപാടുകൾ നമ്മൾ അന്നേ ദിവസം സമർപ്പിക്കണം? എങ്ങനെയാണ് പ്രദോഷവ്രതം എടുക്കേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഈ ശുക്രപ്രദോഷത്തിൻ്റെ പ്രാധാന്യവും കഥയും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് പ്രദോഷത്തിൻ്റെ പ്രാധാന്യം അതെന്താണ് എന്ന് നോക്കാം. പണ്ട് കുറച്ച് അപ്സര സ്ത്രീകൾ ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ അതീവ സൗന്ദര്യമുള്ള മനോഹരമായ ഒരു പൂമാല ഉണ്ടായിരുന്നു. അതിവിശിഷ്ടങ്ങളായ പൂക്കൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു ആ പൂമാല. നല്ല മണമായിരുന്നു ആ പൂക്കൾക്ക്. ആ പൂമാലയും പിടിച്ചുകൊണ്ട് ആ അപ്സരസുകൾ ഇങ്ങനെ ഭൂലോകത്തിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവർ അത്രി മഹർഷിയുടെ പുത്രനും മഹേശ്വരൻ്റെ അംശവുമായ ദുർവാസാവ് മഹർഷിയെ കാണുന്നു. ആ മാല അദ്ദേഹത്തിന് അവർ സമ്മാനിക്കുന്നു. അങ്ങനെ ഈ മാലയും പിടിച്ചുകൊണ്ട് ഈ ദുർവാസാവ് മഹർഷി ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. മഹർഷിയല്ലേ, മഹർഷിക്ക് ഇത്രയും മനോഹരമായ ഇത്രയും നല്ല മണമുള്ള ഈ മാലയുടെ ആവശ്യമില്ല. അങ്ങനെ ഈ മാലയും കൈപ്പിടിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ദേവേന്ദ്രനെ കണ്ടുമുട്ടുന്നത്. ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തു കയറി ഇങ്ങനെ വരുന്നു. അപ്പോൾ ഈ ദുർവാസ മഹർഷി വിചാരിച്ചു ഈ മാല ദേവേന്ദ്രന് കൊടുത്തേക്കാമെന്ന്. അങ്ങനെ മഹർഷി ഈ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ സന്തോഷത്തോടു കൂടി ഈ മാല സ്വീകരിച്ചു. ദുർവാസാവ് മഹർഷി പോവുകയും ചെയ്തു. ദേവേന്ദ്രൻ വിചാരിച്ചു ഈ മാല തൻ്റെ മുടിയിൽ ചൂടാമെന്ന്. അതിനു വേണ്ടിയിട്ട് മുടിയൊക്കെ നന്നായി കെട്ടുന്നതിനായിട്ട് ഈ മാല ഐരാവതത്തിൻ്റെ കൊമ്പിലേക്ക് ഇങ്ങനെ തൂക്കിയിട്ടു. എന്നിട്ട് ദേവേന്ദ്രൻ മുടിയൊക്കെ നന്നായിട്ട് കെട്ടാൻ തുടങ്ങി. ഈ മാലയ്ക്ക് നല്ല മണമാണ്. അതുകൊണ്ട് തന്നെ വണ്ടുകളെല്ലാം ഈ മാലയിലിരിക്കാനായിട്ട് ഇങ്ങനെ മൂളി പറന്നുകൊണ്ട് വന്നു. ഐരാവതത്തിന് വലിയ ദേഷ്യം വന്നു. കാരണം ഈ വണ്ടുകളെല്ലാം ഐരാവതത്തിനെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഉടൻ തന്നെ ഈ മാല കാരണമാണ് ഇങ്ങനെയുള്ള ശല്യമെല്ലാം ഉണ്ടാകുന്നത് എന്ന് കരുതിയിട്ട് ഐരാവതം തുമ്പിക്കൈ ഉയർത്തി ഈ മാലയെടുത്ത് താഴേക്കിട്ട് ചവിട്ടി. ഇത് കണ്ടുകൊണ്ട് ദുർവാസാവ് മഹർഷി പിന്നെയും ആ വഴിക്ക് വന്നു. തൻ്റെ മാല ദേവേന്ദ്രൻ മനഃപൂർവ്വം അവഗണിച്ചതാണ്, നശിപ്പിച്ചതാണ് എന്ന് ചിന്തിച്ചിട്ട് സ്വതവേ ദേശക്കാരനായ ദുർവാസാവ് മഹർഷി എൻ്റെ മാല
ഇത്രയും മോശമായ രീതിയിൽ നശിപ്പിച്ചതുകൊണ്ട് ദേവന്മാർക്ക് എല്ലാവർക്കും ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ദേവേന്ദ്രൻ ആകെ പേടിച്ചു. കാരണം സൗന്ദര്യത്തിൽ വലിയ ഭ്രമമുള്ള ആളാണ് ദേവേന്ദ്രൻ. ഉടൻ തന്നെ ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്തുനിന്നും താഴേക്കിറങ്ങി ദുർവാസാവ് മഹർഷിയുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. മാമുനെ, അടിയൻ അഹങ്കാരമോ അവിവേകമോ ഒന്നും കാണിച്ചില്ല. വിവേകബുദ്ധിയില്ലാത്ത ആനയുടെ പ്രവർത്തനത്തിന് അടിയനെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ശാപമോചനം നൽകി അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി. ഈ ദേവേന്ദ്രൻ്റെ ഇപ്രകാരമുള്ള കരച്ചിലൊക്കെ കേട്ടപ്പോൾ ദുർവാസാവ് മഹർഷിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം ദേവേന്ദ്രനോട് പറയുകയാണ്, ഞാൻ ശപിച്ചത് പക്ഷേ തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഒരു കാര്യം പറഞ്ഞു തരാം. പാൽക്കടൽ, പാലാഴിയാകുന്ന പാൽക്കടൽ കടയണം. അപ്പോൾ അമൃതകുംഭം ഉയർന്നു വരും. ആ കുംഭത്തിലുള്ള അമൃത് സേവിച്ചാൽ ശാപമോചനം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ദുർവാസാവ് മഹർഷി പറഞ്ഞത്. അതുകൂടാതെ ഈ അമൃത് ആരാണോ ഭക്ഷിക്കുന്നത് അവർക്ക് രോഗങ്ങളും മരണവും ഉണ്ടാവുകയില്ല. ഇതുകൂടി പറഞ്ഞു. നിത്യയൗവനം ഉണ്ടാകുമെന്നാണ് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രനോട് പറഞ്ഞത്. അപ്പം എങ്ങനെയെങ്കിലും ഈ അമൃത് കൈക്കലാക്കണം, അത് ഭക്ഷിക്കണം എന്ന ഒരു ചിന്ത ദേവേന്ദ്രന് ഉണ്ടായി. അങ്ങനെ ദേവേന്ദ്രൻ ദുർവാസാവ് മഹർഷിയെ നമസ്കരിച്ച് പിന്നീട് അവിടെ നിന്നും യാത്രയായി. പക്ഷേ എങ്ങനെ പാൽക്കടൽ കടയും? ആരെക്കൊണ്ട് പറ്റും? അതായി പിന്നീട് ദേവേന്ദ്രൻ്റെ ചിന്ത. അങ്ങനെ ദേവേന്ദ്രൻ ബ്രഹ്മാവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. ബ്രഹ്മാവ് ദേവേന്ദ്രനെയും മറ്റുള്ള ദേവന്മാരെയും എല്ലാം കൂട്ടി കൈലാസത്തിലേക്ക് പോയി കാര്യം പറഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മഹേശ്വരൻ പറയുകയാണ്, ഇതിന് പരിഹാരമുണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നാരായണനാണ്. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും കൂടി വൈകുണ്ഠത്തിലേക്ക് പോകാമെന്ന് ശിവൻ പറഞ്ഞു. അതനുസരിച്ചിട്ട് ബ്രഹ്മാവും മഹേശ്വരനും മറ്റു ദേവന്മാരും സനകനും നാരദരും അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്ന്, മഹർഷിമാരും എല്ലാവരും കൂടിച്ചേർന്ന് എവിടേക്ക് പോകുന്നു? പാലാഴിയിലേക്ക് പോകുന്നു, വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അങ്ങനെ മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ ചെന്ന് കാണാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാം കൂടെ പോകുന്നു. ആ സമയത്ത് മഹാവിഷ്ണു പള്ളി നിദ്ര ചെയ്യുകയായിരുന്നു. എല്ലാവരും കൂടി അവിടെ ചെന്നു നിന്ന്, വൈകുണ്ഠത്തിൽ ചെന്നു നിന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അദ്ദേഹം കണ്ണു തുറന്നു, എല്ലാവരെയും നോക്കി ഒന്ന് മന്ദഹസിച്ചു. ആ സമയം 3 മൂർത്തികളും ഒന്നായി ഭവിച്ച് ഒരേ ആകൃതിയിൽ മറ്റുള്ളവരുടെ കണ്ണുകളിൽ കാണപ്പെട്ടു. അവർക്കങ്ങനെ കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. കാരണം ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഒറ്റ പ്രദേശത്ത് വന്ന് നിൽക്കുകയാണ്. എല്ലാവരും ഇവരെ 3 പേരെയും ഒന്നായി കാണപ്പെട്ടു. അങ്ങനെ സാക്ഷാൽ ഏക ആകൃതിയിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ഈ 3 മൂർത്തികളും കാണപ്പെടുകയും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, അതായത് ഒരു ക്ഷണനേരം കഴിഞ്ഞപ്പോൾ 3ഉം 3ആയി വേർതിരിഞ്ഞ് നിൽക്കുന്നതായും കാണപ്പെട്ടു. അതായത് ഒരു നിമിഷം ഇവർ 3 പേരും ഒന്നായി നിൽക്കുന്നതായിട്ടും പെട്ടെന്ന് തന്നെ ഇത് 3ഉം, അതായത് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും 3ആയും കാണപ്പെട്ടു. ആ ഒന്നായി കാണപ്പെട്ട ആ സ്വരൂപമാണ് പരബ്രഹ്മം എന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെയൊരു അത്ഭുത കാഴ്ച അവിടെ നിന്ന് എല്ലാവരും കാണുകയാണ്. അതിനുശേഷം ബ്രഹ്മാവ് എല്ലാ കാര്യങ്ങളും മഹാവിഷ്ണുവിനോട് പറയുന്നു. മഹാവിഷ്ണു ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറയുന്നു. അതിനുള്ള അനുവാദം കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ദേവന്മാർക്ക് തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പാൽക്കടൽ കടയാൻ പറ്റില്ല. അതുകൊണ്ട് ശത്രുക്കളാണെങ്കിലും അസുരന്മാരെ കൂടി കൂട്ടിന് വിളിക്കണം. അവർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ
ഈ ഒരു പാലാഴി മഥനം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. കയറായി വാസുകിയെയും മത്തായി മന്ദര പർവ്വതത്തെയും നമുക്ക് ഉപയോഗിക്കാമെന്ന് മഹാവിഷ്ണു പറയുന്നു. എല്ലാവരും അത് സമ്മതിക്കുന്നു. അതിനുശേഷം അസുരന്മാരെ ക്ഷണിക്കുന്നതിനായിട്ട് മഹാവിഷ്ണുവിൻ്റെ സേവകന്മാരാണ് അസുരലോകത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ചക്രവർത്തി മഹാബലിയാണ്. വിഷ്ണു തങ്ങളെ കബളിപ്പിക്കും എന്നുള്ള വിശ്വാസത്താൽ അസുരന്മാർ ആ ക്ഷണം സ്വീകരിച്ചില്ല. ഉടനെ മഹാദേവൻ തൻ്റെ ഭൂതഗണങ്ങളെ അയച്ച് അവരെ ക്ഷണിച്ചു വരുത്തി. ഇനി മന്ദര പർവ്വതത്തെ കൊണ്ടുവരണം. ആരെയാണ് അയക്കേണ്ടത് എന്നുള്ള ആലോചനയായി പിന്നീട്. പരമശിവൻ വീണ്ടും അതിനായിട്ട് തൻ്റെ ഭൂതഗണങ്ങളെ തന്നെ നിയോഗിക്കുന്നു. അവരെല്ലാവരും കൂടിപ്പോയിട്ട് എത്ര പരിശ്രമിച്ചിട്ടും മന്ദരപർവ്വതത്തെ ഒന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല. അങ്ങനെ ക്ഷീണിച്ച് നിരാശരായി അവർ തിരിച്ചു വരുന്നത് കണ്ടിട്ട് ഭഗവാൻ തൻ്റെ തൽപ്പമായ സർപ്പേശ്വരനോട് മന്ദരപർവ്വതത്തെ എടുത്തുകൊണ്ട് വരുന്നതിനായിട്ട് ആജ്ഞാപിച്ചു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞ ലഭിച്ച ഉടൻ തന്നെ ആദിശേഷൻ നിസ്സാരമായി മന്ദരപർവ്വതത്തെ ഒട്ടും ആയാസം കൂടാതെ എടുത്തുകൊണ്ട് വന്നു. തൻ്റെ പത്തിമേൽ വെച്ചിട്ടാണ് ആദിശേഷൻ മന്ദരപർവ്വതത്തെ അവിടേക്ക്, അതായത് മഹാവിഷ്ണുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അസുരന്മാരും മന്ദരപർവ്വതവും എത്തിച്ചേർന്നു. ഇനി വാസുകിയെ കൊണ്ടുവരണം. വാസുകി ആരാണ്? മഹേശ്വരൻ്റെ ആഭരണമാണ്. വാസുകി ഈ സമയത്ത് കൈലാസത്തിലാണ്. മഹാവിഷ്ണു തൻ്റെ വാഹനമായ ഗരുഡനോട് വാസുകിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറയുന്നു. ഞാൻ ഇപ്പം തന്നെ പോയി വാസുകിയെ കൊത്തിയെടുത്തുകൊണ്ട് വരും എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് ഗരുഡൻ കൈലാസത്തിലേക്ക് പോയത്. ഗരുഡൻ്റെ ഈ അഹങ്കാരം വാസുകിക്ക് മനസ്സിലായി. വാസുകി പറഞ്ഞു, അതിനെന്താ, ഞാൻ വരാം, എന്നെ കൊത്തിക്കൊണ്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗരുഡൻ വാസുകിയെ കൊത്തിക്കൊണ്ട് മുകളിലേക്ക് പറക്കുവാൻ തുടങ്ങി. ആ സമയത്ത് വാസുകിയുടെ അന്തമില്ലാത്ത വാല് ഭൂതലത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. അതായത് എത്ര പൊക്കിക്കൊണ്ട് പറന്നിട്ടും പിന്നെയും വാസുകിയുടെ വാല് ഇങ്ങനെ ഭൂമിയിൽ കിടക്കുകയാണ്. അങ്ങനെ ഗരുഡൻ പല വിധത്തിൽ ശ്രമിച്ചിട്ടും വാസുകിയെ പൂർണ്ണമായിട്ടും കുത്തിക്കൊണ്ട് പറക്കാനായിട്ട് സാധിച്ചില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി മഹേശ്വരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മഹേശ്വരൻ തൻ്റെ കൈയൊന്ന് നീട്ടി ഉടൻ തന്നെ വാസുകി ഒരു കുഞ്ഞി പാമ്പായിട്ട് മാറിയിട്ട് ഭഗവാന്റെ വിരലിൽ കയറി ഇങ്ങനെ ചുറ്റിയിരുന്നു. ഒരു മോതിരം പോലെ ഇങ്ങനെ ചുറ്റിയിരുന്നു. അത് കണ്ടതും ഗരുഡൻ നാണിച്ച് തല താഴ്ത്തി. അങ്ങനെ വാസുകിയും ഈ ഒരു കാര്യത്തിനായിട്ട്, അതായത് പാലാഴി മഥനത്തിനായിട്ട് അവിടെ എത്തിച്ചേർന്നു. പിന്നീട് ക്ഷീരസാഗരത്തിൽ എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നു. അതിനുശേഷം മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറായും സ്വീകരിച്ചുകൊണ്ട് അസുരന്മാർ വാസുകിയുടെ തലഭാഗത്ത് പിടിച്ചുകൊണ്ട് ദേവന്മാർ വാലുഭാഗത്ത് പിടിച്ചുകൊണ്ട് പാലാഴി കടയുകയാണ്. വാൽഭാഗത്ത് പിടിക്കുന്നത് തങ്ങൾക്ക് കുറച്ചിലാണെന്ന് അസുരന്മാർക്ക് തോന്നി. അങ്ങനെ അവരുടെ ആവശ്യപ്രകാരമാണ് തലഭാഗത്ത് അവർ പിടിച്ചത്. അങ്ങനെ വാസുകിയെ കയറായും മന്ദരപർവ്വതത്തെ മത്തായും സ്വീകരിച്ചുകൊണ്ട് അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടയുന്നു. ആ മഹായജ്ഞത്തിൽ വാനരശ്രേഷ്ഠന്മാരായ ബാലിയും സുഗ്രീവനുമൊക്കെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പാൽക്കടൽ ഘോരം കടയാൻ തുടങ്ങി. സാഗരം ക്ഷോഭിച്ചു, കലങ്ങി പതഞ്ഞു. വലിയ വലിയ തിരമാലകളുണ്ടായി. അങ്ങനെയുള്ള ആ മഥനത്തിൻ്റെ ശക്തിയാൽ മന്ദരപർവ്വതത്തിന് അല്പം ചരിവുണ്ടായി. അതിശക്തനായ ബാലിയാണ് ആ സമയത്ത് മന്ദരപർവ്വതത്തെ ഒറ്റയ്ക്ക് പിടിച്ച് നേരെ നിർത്തിയത്. എങ്കിലും
ഈ മഥനത്തിൻ്റെ ശക്തിയാൽ മന്ധരപർവ്വതം താഴേക്ക് ഇരിക്കാനായിട്ട് പോയി. അങ്ങനെ വാസുകിയുടെ ആ ഒരു ബന്ധം വിട്ടിട്ട് പാൽക്കടലിൻ്റെ അഗാധമായ ഭാഗത്തിലേക്ക് മന്ധരപർവ്വതം താഴ്ന്നു പോവുകയും അത് കണ്ടപ്പോൾ ദേവന്മാരും അസുരന്മാരും മഹർഷികളുമെല്ലാം ഭയപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ജഗന്മയനായ ജനാർദ്ദനൻ ഒരു ആമയായി അല്ലെങ്കിൽ കൂർമ്മമായി അവതരിക്കുകയും താഴേക്ക് അമർന്നുപോയ പർവ്വതത്തെ തൻ്റെ മുതുകിൽ വഹിക്കുകയും അങ്ങനെ മന്ധരപർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരം. അങ്ങനെ അദ്ദേഹം മന്ധരപർവ്വതത്തെ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ പർവ്വതം ആവശ്യത്തിലും അധികം അല്പമധികം മുകളിലേക്ക് ഉയർന്നു. അങ്ങനെ മന്ധരപർവ്വതം ആകാശത്തിലേക്ക് ഉയർന്നപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു വീണ്ടും ഒരു നീലവർണ്ണ പക്ഷിയായി ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പറന്ന് ഇരുന്നു. ആ പക്ഷിയുടെ ബലത്താൽ പർവ്വതം വീണ്ടും താഴേക്ക് ഇരിക്കുകയും യഥാസ്ഥാനത്ത് ആ പർവ്വതം നിലയുറപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഭഗവാന്റെ കൂർമ്മ അവതാരം. പാലാഴി മഥന സമയത്താണ് ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് വിളക്കുകളുടെ അടിഭാഗത്തായി, അതായത് വലിയ വിളക്കുകൾ ഇങ്ങനെ വെക്കും, അതിൻ്റെ അടിഭാഗത്തായിട്ട് ആമയുടെ ഒരു പ്രതിമ കാണാം. ആമ ഇങ്ങനെ ആ വിളക്കിനെ താങ്ങി നിൽക്കുന്നതായിട്ട് ആ രീതിയിലുള്ള വിളക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഭൂലോകത്തെ തന്നെ തൻ്റെ പുറത്ത് ഇരുത്താൻ ശക്തിയുള്ള രീതിയിലാണ് ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത്. അങ്ങനെ പാലാഴി മഥന സമയത്താണ് ഭഗവാൻ കൂർമ്മമായി അവതരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഒരു പക്ഷിയായി കൂടി ഭഗവാൻ അവതരിക്കുന്നുണ്ട്. അങ്ങനെ പാലാഴി മഥനം വീണ്ടും ആരംഭിച്ചു. അങ്ങനെ വലിയ മഥനമാണ് നടക്കുന്നത്. അതായത് ദേവന്മാരും അസുരന്മാരും ഇങ്ങനെ വാസുകിയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വാസുകിക്ക് ഭയങ്കര ക്ഷീണം വരികയും തല കറങ്ങാൻ പോകുന്നത് പോലെയൊക്കെ തോന്നുകയൊക്കെ ചെയ്തു. അങ്ങനെ വാസുകി ഇങ്ങനെ ഛർദ്ദിക്കാനായിട്ട് പോകുന്നു. വാസുകി ഛർദ്ദിക്കാൻ പോകുന്നത് അതിഘോരമായ കാളകൂടം എന്ന വിഷമാണ്. ഛർദ്ദിച്ചില്ല, കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ചു, നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആ സമയത്തു തന്നെ 14 ലോകങ്ങൾക്കും ശ്വാസം മുട്ടാൻ തുടങ്ങി. എല്ലാവരും ചുമയ്ക്കാൻ തുടങ്ങി. വാസുകി ഛർദ്ദിച്ചില്ല, അതിനു മുമ്പ് തന്നെ ഇതാണ് അവസ്ഥ. അപ്പം ഛർദ്ദിച്ചാലോ? ആ ഘോരമായ വിഷം, കാളകൂടമെന്ന വിഷം ഭൂതലത്തിൽ പതിച്ചാൽ സർവവും വെന്തു വെണ്ണീറാകുമെന്ന് കണ്ട് കരുണാവാരിധിയായ മഹേശ്വരൻ അത് തൻ്റെ തൃക്കൈയിൽ ഏറ്റുവാങ്ങുകയും സ്വശരീരത്തിലേക്ക് ഭക്ഷിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. ആ വിഷം ഭഗവാൻ ഭക്ഷിച്ചു. അത് ഉദരത്തിലെത്തിയാൽ തൻ്റെ ആത്മവല്ലഭന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആ നിമിഷം പാർവതീദേവി ഭയപ്പെട്ടു എന്ന് പറയുന്നു. എന്തുതന്നെയായാലും ഭഗവാൻ ആ വിഷം ഭക്ഷിച്ചു. ആ വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറച്ചുപോയി. അങ്ങനെയാണ് ഭഗവാന് നീലകണ്ഠൻ എന്ന പേര് കിട്ടിയത്. വിഷമാണ് ഭഗവാൻ ഭക്ഷിച്ചത്. അങ്ങനെ ഭഗവാന്റെ കണ്ഠത്തിലാകെ ഒരു നീല നിറം അങ്ങനെ പടർന്നു. സാഗരം പിന്നെയും മഥനം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നു. ആ സമയത്ത് ധാരാളം വിശിഷ്ടങ്ങളായ വസ്തുക്കൾ പാലാഴിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭഗവാൻ വിഷമാണ് ഭക്ഷിച്ചത്. ഭഗവാന് ഒരു ക്ഷീണമുണ്ടായി. അദ്ദേഹം പാർവതീദേവിയുടെ മടിയിൽ തലവെച്ച് അല്പസമയം മയങ്ങി. ആ സമയത്ത് ദേവി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സകല ദേവന്മാരും ഋഷിമാരും എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാവരും മഹേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു.
അങ്ങനെ കുറച്ചു സമയത്തെ ആലസ്യത്തിനു ശേഷം മഹേശ്വരൻ ഒരു ത്രയോദശി സന്ധ്യാവേളയിൽ അദ്ദേഹം ഉണർന്ന് എഴുന്നേൽക്കുന്നു. പാർവതീദേവിയെ സന്തോഷിപ്പിക്കുന്നതിനായി ആ ത്രയോദശി സന്ധ്യാവേളയിൽ മഹേശ്വരൻ ആനന്ദ നടനമാടി. അദ്ദേഹം ഉണർന്നെഴുന്നേറ്റ ആ ത്രയോദശി സന്ധ്യാവേളയ്ക്കാണ് പ്രദോഷം എന്ന് പറയുന്നത്. ആ സമയത്ത് സരസ്വതീദേവി വീണമീട്ടി, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. എല്ലാ ദേവന്മാരും മഹേശ്വരനെ സ്തുതിച്ചു. പാർവതീദേവിക്ക് സന്തോഷം വരുന്നതിനായിട്ട് മഹേശ്വരൻ നന്ദി ഭഗവാന്റെ കൊമ്പുകൾക്കിടയിലൂടെ ആനന്ദ നടനം ആടി. ആ മനോഹരമായ സന്ധ്യാവേളയാണ് പ്രദോഷകാല സന്ധ്യാവേള. അതുകൊണ്ട് തന്നെ ഈ പ്രദോഷത്തിൽ ഏറ്റവും ഉത്തമമായ സമയമെന്ന് പറയുന്നത് പ്രദോഷ സന്ധ്യയാണ്. അതുകൊണ്ടാണ് ത്രയോദശി തിഥി നമ്മൾ കണക്കാക്കുമ്പോൾ എപ്പോഴാണോ ത്രയോദശി തിഥി സന്ധ്യാവേളയിൽ വരുന്നത് ആ ദിവസമാണ് നമ്മൾ പ്രദോഷമായി കണക്കാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത്തവണ 2026 ജാനുവരി മാസം 16-ാം തീയതി വെള്ളിയാഴ്ചയാണ്. അന്നേ ദിവസം 6:23 മുതൽ സന്ധ്യയ്ക്ക് 6:23 മുതൽ 8:50 വരെയുള്ള സമയത്ത് ആര് എവിടെയിരുന്ന് നമശിവായ മന്ത്രം ജപിക്കുന്നുവോ അവർക്ക് സകല ദേവതകളുടെയും അനുഗ്രഹം ഉണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. പ്രദോഷവ്രതം എങ്ങനെയാണ് എടുക്കുന്നത്? ശരിയായ വിധി എന്ന് പറയുന്നത് രാവിലെ മുതൽ സന്ധ്യ വരെ ഒന്നും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. സന്ധ്യയ്ക്ക് സന്ധ്യാദീപാരാധന തൊഴുതതിനു ശേഷം ഭഗവാന് നേദിച്ച കരിക്കും വെള്ളം, പഴങ്ങൾ ഇവ കഴിച്ച് നമ്മുടെ ഉപവാസം അവസാനിപ്പിക്കും. അതിനുശേഷം ചോറുണ്ണും. ചോറ്, മോര് അല്ലെങ്കിൽ ഉള്ളി ചേർക്കാത്ത സാമ്പാർ അങ്ങനെ എന്തെങ്കിലും കൂട്ടി, ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും കൂട്ടി സന്ധ്യയ്ക്ക് കരിക്കും വെള്ളവും പഴവും കഴിച്ചതിനു ശേഷം നമ്മൾ ചോറുണ്ണും. മഹാക്ഷേത്രങ്ങളിൽ സന്ധ്യ കഴിഞ്ഞിട്ട്, സന്ധ്യാദീപാരാധന കഴിഞ്ഞിട്ട് ചോറുണ്ടാകും. ഞങ്ങൾക്കിവിടെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ സന്ധ്യ കഴിഞ്ഞിട്ട് ചോറുണ്ടാകും. ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ അത് കാണില്ല. അങ്ങനെയുള്ളപ്പോൾ സന്ധ്യയ്ക്ക് ദീപാരാധന പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ അല്പം പച്ചരി വെച്ചിട്ട് അത് കഴിക്കാം. രാവിലെ മുതൽ സന്ധ്യ വരെ ഒന്നും കഴിക്കാതെ ഇരിക്കാം. ആരോഗ്യമുള്ളവർക്ക്. അല്ലാത്തവർക്ക് ജലം മാത്രം കുടിച്ചിരിക്കാം. അല്ലാത്തവർക്ക് പാലും പഴങ്ങളും കഴിച്ചിരിക്കാം, പഴങ്ങൾ മാത്രം കഴിച്ചിരിക്കാം. അല്ലെങ്കിൽ അരി ഒഴിവാക്കിക്കൊണ്ട് മറ്റെന്തെങ്കിലും, ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും, നമ്മൾ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഗർഭിണികൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും വ്രതരീതി നമുക്ക് എടുക്കാവുന്നതാണ്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമ്മൾ ചോറുണ്ണുന്നത്. ഇതാണ് ആ ഒരു അനുഷ്ഠാനത്തിൻ്റെ രീതി. അന്നേ ദിവസം മഹേശ്വരനെ, സാധാരണ പ്രദോഷത്തിന് മഹേശ്വരനെ നടരാജ രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. പരമാവധി സമയം നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. ഈ ശുക്രപ്രദോഷത്തിന് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭഗവാന് പാലുകൊണ്ട് ധാര ചെയ്യുന്നത് അങ്ങേറ്റവും ഉത്തമമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ശുക്രപ്രദോഷവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയുണ്ട്. അതായത് പണ്ട് ചന്ദ്രൻ ദക്ഷ പ്രജാപതിയുടെ 27 പുത്രികളെയാണ് വിവാഹം കഴിച്ചത്. അതിൽ തന്നെ ചന്ദ്രന് രോഹിണി എന്ന ഭാര്യയോട് അല്പം കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. അത് മറ്റുള്ള ഭാര്യമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരെല്ലാവരും കൂടി ചെന്ന് ദക്ഷനോട് പരാതി പറഞ്ഞു. ദക്ഷൻ ചന്ദ്രനെ ശപിക്കുന്നു. അതായത് ക്ഷയിച്ചു പോകട്ടെ, ക്ഷയരോഗം ബാധിക്കട്ടെ എന്നാണ് ശപിച്ചത്. അങ്ങനെ ചന്ദ്രന് വളരെ വിഷമമാവുകയും അവസാനം നാരദര് ഒരു പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അതായത് വെള്ളിയാഴ്ച വരുന്ന പ്രദോഷം, ശുക്രപ്രദോഷം, അത് എടുത്ത് പ്രാർത്ഥിക്കണം. ഭഗവാനെ മൃത്യുഞ്ജയൻ ആയിട്ട് കണ്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വെള്ളിയാഴ്ച വന്ന പ്രദോഷം ചന്ദ്രൻ എടുക്കുകയും മൃത്യുഞ്ജയനായ മഹേശ്വരനെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മഹേശ്വരന്
ചന്ദ്രൻ്റെ പ്രാർത്ഥനയിൽ തൃപ്തി വരികയും ചന്ദ്രനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതായത് ക്ഷയിച്ച് വളരും എന്നാണ് അനുഗ്രഹിച്ചത്. അതുകൂടാതെ തന്നെ തൻ്റെ മൗലിയിൽ ഒരു ഇരിപ്പിടവും കൊടുത്തു. ഇതാണ് ശുക്രപ്രദോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വരുന്ന പ്രദോഷത്തിൽ മൃത്യുഞ്ജയ രൂപത്തിൽ കൂടി മഹേശ്വരനെ ആരാധിക്കുന്നത് ശ്രേഷ്ഠമാണ്. പാലുകൊണ്ട് ധാര നടത്തുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. ധാരയാണ് അന്നേ ദിവസം നമ്മൾ വഴിപാടായി ചെയ്യേണ്ടത്. ജലധാരയോ, അതിൽ തന്നെ വെള്ളിയാഴ്ച വന്നതുകൊണ്ട് പാലുകൊണ്ട് ധാര ചെയ്യുന്നതും ഉത്തമമാണ്. മഹേശ്വരനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദേവിയെ കൂടി പ്രാർത്ഥിക്കണം. ദേവിക്ക് വിളക്ക് തെളിയിക്കുന്നതും അങ്ങേയറ്റം ഉത്തമമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രദോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ശുക്രപ്രദോഷത്തിൻ്റെ പ്രാധാന്യവും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക. നമഃശിവായ മന്ത്രം അന്നേ ദിവസം എത്ര തവണ ജപിക്കാൻ പറ്റുമോ അത്രയും തവണ ജപിക്കുക. പ്രത്യേകിച്ച് സന്ധ്യാവേളയിൽ. കാരണം പ്രദോഷ സന്ധ്യാകാലത്ത് ആര് എവിടെയിരുന്ന് നമഃശിവായ മന്ത്രം ജപിക്കുന്നുവോ അവർക്കെല്ലാം സകല ദേവന്മാരുടെയും അനുഗ്രഹമുണ്ടാകുമെന്നും എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. ഈ ശുക്രപ്രദോഷം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സമ്പത്ത്, ആരോഗ്യം, യശസ്, കീർത്തി ഇവയൊക്കെ ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ദാരിദ്ര്യമോചനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉയർച്ച ഉണ്ടാകും എന്നും വിശ്വസിക്കുന്നു. സർവശക്തനായ മഹാദേവനെ പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ ദിവസമാണ് പ്രദോഷം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.